എല്ലാം വിട്ടെറിഞ്ഞ് പോകാനിറങ്ങിയ ആളെ തിരിച്ചു വിളിക്കാൻ വന്നതല്ല. കാർത്തികനെ കൊല്ലാൻ ആളെ ഇറക്കിയിരിക്കുന്നു. മുണ്ടച്ചില ശേഖരനും അനന്തരവും രാജേന്ദ്രനും. തടയാനും പിടിക്കാനും ഞങ്ങൾ 2 വയസ്സന്മാർക്ക് പറ്റിയില്ലെങ്കിൽ പോവും മുമ്പ് മോന്റെ കർമ്മങ്ങളും കൂടി ചെയ്തിട്ട് പോയാ മതി. എന്താടോ ഈ പറയണേ? മോനിപ്പോ എവിടെയുണ്ട്? പോയി നോക്കട്ടെ അവിടെ നിന്ന് നടന്നു. അറിഞ്ഞ കാര്യം പോണ വഴി ഇവിടെ ധരിപ്പിച്ചു എന്നേ ഉള്ളൂ. കാർത്തികേയൻ എന്ന എന്റെ മകന് വയസ്സ് 3 അല്ല പ്രായം. അവനെ കൊല്ലാൻ ആളിറങ്ങിയിരിക്കുന്നു. നുണ പറയാനും പഠിച്ചിട്ടില്ലടോ ഈ കണ്ട വയസ്സായിട്ടും. ആരുടേതാടോ ഐഡിയ? അവന്റേതോ അതോ സ്വയം കൃതിയോ? അപ്പോ അവൻ എത്തി, നന്നായി. എന്താ നീലകണ്ഠ സാറേ, അയാളെ കണ്ടൊന്ന് യാത്ര പറഞ്ഞിട്ട് നമുക്ക് വടക്കോട്ടുള്ള വണ്ടി പിടിക്കാം. എന്താ കാര്യം പറഞ്ഞിട്ട് പോവാന്നേ. ഓ നമുക്ക് വേണ്ട, എന്നെ വിളിക്കണ്ട. എന്റെ യാത്ര ഇവിടെ വെച്ച് തീരുക. ഇനിയുള്ള കാലം ഇവിടെ സുഖമായിട്ട് കഴിയാൻ തീരുമാനിച്ചു ഞാൻ. എനിക്ക് പുണ്യസ്ഥലങ്ങൾ കാണണ്ട. ഞാൻ ചത്തിട്ട് കാർത്തികേയൻ എന്റെ ചിതാഭസ്മം ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കും. എനിക്ക് അത്രയ്ക്കുള്ള പുണ്യം മതി. നിങ്ങളാരാ മുൻ പ്രധാനമന്ത്രിയോ? ചിതാഭസ്മം പുഴയിൽ മിക്സ് ചെയ്യേ? വേണ്ട, അത് കുറച്ച് പത്തിരി ഉണ്ടാക്കി നീ നിന്റെ ഉമ്മുമ്മാക്ക് കൊടുക്ക്. പോളെ വാരുടെ ബാഗും സാധനങ്ങളും അകത്ത് മുറി കൊണ്ടുവെക്ക്. ഓ, വാരക്ക് AC ഉള്ള മുറി ആയിക്കോട്ടെ, സുഖായിക്കോട്ടെ കാര്യങ്ങള്. എന്ത് പറഞ്ഞാലും ഉണ്ടാവും ഒരു തർക്കുത്തരം. പണം അച്ഛനെ തോൽപ്പിച്ചു തുടങ്ങിയ കാലത്ത് അച്ഛനെ നോവിച്ചുകൊണ്ട് ഞാൻ വീട് വിട്ടുപോയി. വഴി എനിക്ക് തടസ്സമല്ലായിരുന്നു. പണം, കൈനിറയെ പണം കിട്ടാൻ ഞാൻ എന്തും ചെയ്തു. പക്ഷെ ഇന്ന് അത് മാത്രമേ എനിക്ക് കൂട്ടിനുള്ളൂ. കഴിഞ്ഞ 10 വർഷമായി ഞാൻ അനാഥനാണ്. അമ്മ കൂടി നഷ്ടപ്പെട്ട എന്നെ വിട്ട് അച്ഛനെങ്ങും പോകരുത്. മംഗലശ്ശേരിയിൽ അമ്മ തനിച്ചാണ്. ആ മണ്ണ് തിരിച്ചു കിട്ടണം. ആരുടെ കയ്യിൽ നിന്നായാലും ഞാനത് തിരിച്ചു വാങ്ങും. മംഗലശ്ശേരിയുടെ പോമുഖത്ത് എനിക്ക് അച്ഛനെ കാണണം. ഇനിയുള്ള കാലം മുഴുവൻ